പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് കാണുവാനും ദൈവവചനം സംസാരിക്കുവാനും അത് ശ്രവിക്കുവാനും ദൈവം നമുക്ക് സാവകാശം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചനം നമുക്ക് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അതിനു മുന്നമേ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ എല്ലാ വീഡിയോയും കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവർ, അതുപോലെ അത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങൾ അപ്രകാരം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ആ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദഭാഗം സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. 25-ാം സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. 1-ാം വാക്യം, യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ദാവീദിനെ കുറിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ദാവീദ് ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് 25-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് ദൈവത്തിങ്കലേക്ക് തൻ്റെ മനസ്സ് ഉയർത്തുന്നതായ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്താണ് ഈ മനസ്സ്? ഇന്ന് ലോകമെമ്പാടും മനസ്സ് എന്ന് പറയുന്ന മഹാപ്രതിഭാസത്തിന് ഒരു ശാസ്ത്ര ശാഖ തന്നെ നിലവിലുണ്ട്. അത് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം. ഈ ശാസ്ത്രം പഠിക്കുവാനായിട്ട് ഒരുപാട് കാലങ്ങളിൽ ഞാനും സമയങ്ങളിലൊക്കെ ചിലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രകാരന്മാർ മനസ്സെന്ന് പറയുന്നതായ മഹാപ്രതിഭാസം കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് അവരൊരു പക്ഷേ പറഞ്ഞേക്കാം, മനസ്സ് നമ്മുടെ ഹൃദയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറായിരിക്കാം. ഹൃദയം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. തലച്ചോറ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ചിന്തകൾക്ക് പ്രവർത്തനങ്ങൾ നൽകുന്നു, അതിനെ ആക്കം കൂട്ടുന്നു. ഇത് രണ്ടും കൂടെ ആ ശരീരത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവമായി നിലകൊള്ളുകയാണ്. പലപ്പോഴും ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഈ മനസ്സ്? നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് മനസ്സ്? നമ്മളെല്ലാം പറയും മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മുന്നമേ ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയമാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. എന്തെങ്കിലും മറ്റുള്ളവരോട് വിദ്വേഷമോ പകയോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അത് ലോഹ്യമായി കഴിഞ്ഞാൽ അവരോട് പറയും കാര്യമൊക്കെ ശരിയാണെങ്കിലും ഞാനതെൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ്. ഹൃദയം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കൈക്കുമ്പിളിൽ മാത്രം ഒതുങ്ങുവാൻ പ്രാപ്തിയുള്ളതായ ഈ ഹൃദയവും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് നിന്നുപോയാൽ ഉണ്ടാകുന്നതായ എന്താ സംഭവ വികാസങ്ങൾ എന്ന് നമുക്കറിയാം. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചാൽ നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെയും നിർത്താതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഒരു മഹായന്ത്രമാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയം ഒഴിച്ചു വെച്ചിട്ട് മനുഷ്യനൊന്നും പ്രവർത്തിക്കാൻ ഇന്ന് കഴിയുകയില്ല. കാരണം മനുഷ്യൻ്റെ ജീവൻ നിന്ന് പോകും. അപ്പം ഈ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ അല്പം ഇടത് ഭാഗത്ത് മാറി മാംസപേശികൾ കൊണ്ട് പൊതിഞ്ഞ്, ത്വക്കുകൾ കൊണ്ട് പൊതിഞ്ഞ്, വാരിയലുകൾ കൊണ്ട് പൊതിഞ്ഞ്, അത് വളരെ മനോഹരമായി അതിനെ സൂക്ഷിച്ച് ദൈവം അതിൻ്റെ യഥാസ്ഥാനത്ത് ഹൃദയത്തെ ഉറപ്പിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും ചിന്തകളും അതിൻ്റെ നിലവുകളും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ കാലങ്ങൾ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെയും ഇത് നിൽക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് മാറി മറിഞ്ഞു പോയതായ സകല ചിന്തകളും നമുക്ക് മനസ്സിലാക്കുവാനും
അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടേക്കൊക്കെ രക്തം പമ്പ് ചെയ്യുന്നതിനും ശരീരത്തിന്റെ എല്ലാ നാഡീഞരമ്പുകളിലേക്കും രക്തം പമ്പ് ചെയ്ത് ആ ശരീരത്തെ ജീവാത്മാവ് അല്ലെങ്കിൽ പ്രാണവായു എത്തിക്കുവാൻ, ജീവൻ എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മഹായന്ത്രമാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഈ ഹൃദയത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇന്ന് ജീവശാസ്ത്രമൊക്കെ പഠിച്ചവർ അല്ലെങ്കിൽ അതൊരു സേവന രംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം ഹൃദയം എന്ന് പറഞ്ഞാൽ എന്ത്. ഹൃദയം മനുഷ്യന്റെ ഒരു കൈക്കുമ്പിളിനകത്തിരിക്കാൻ കഴിയുന്ന ഒരു അവയവം മാത്രമാണെങ്കിലും ഈ ചെറിയ അവയവത്തിന് 4 അറകളുണ്ട്. ഓറിക്കിളെന്നും വെൻട്രിക്കിളെന്നും അതുപോലെ മുകളിലത്തെ അറയ്ക്ക് ഏട്രിയം എന്നും പേര് പറയപ്പെട്ടതായ 4 അറകൾ, താഴത്തെ 2 അറയ്ക്ക് വെൻട്രിക്കിളെന്നും മുകളിലത്തെ 2 അറകൾക്ക് ഓറിക്കിളെന്നും അതുപോലെ ഏട്രിയം എന്നും ആ പേര് പറഞ്ഞിരിക്കുക. അപ്പൊ ഈ 4 അറകളിലും മനുഷ്യന്റെ ചിന്താഗതികളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ അത് ഏകോപിപ്പിച്ച് അതിനകത്ത് സംഗ്രഹിച്ചു വെക്കുവാൻ കഴിവുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഹൃദയത്തിന്റെ തൂക്കം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ തൂക്കം, ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ എത്ര ശരീരം വണ്ണമുള്ളതായ സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീയുടെ ശരീരത്തിനകത്ത് ഹൃദയത്തിന്റെ തൂക്കം എന്ന് പറയുന്നത് 265 ഗ്രാം തൂക്കം മാത്രമാണ് ഒരു സ്ത്രീയുടെ ഹൃദയത്തിനുള്ളത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അവൻ എത്ര സ്ഥൂലിച്ചവനായാലും ശോഷിച്ചവനായാലും ആ പുരുഷന്റെ ഹൃദയത്തിന്റെ തൂക്കം എന്ന് പറയുന്നത് 315 ഗ്രാം തൂക്കമാണ്. അപ്പൊ 265 315 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ സ്ത്രീയേക്കാൾ 50 ഗ്രാം തൂക്കം എപ്പോഴും പുരുഷന്റെ ഹൃദയത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പുരുഷൻ എപ്പോഴും അല്പം മേധാവിത്വം കാണിക്കാനും പ്രധാനമായ ഒരു കാരണം സ്ത്രീയുടെ ഹൃദയത്തെക്കാൾ 50 ഗ്രാം തൂക്കം കൂടുതൽ എപ്പോഴും ആർക്കുണ്ട്? പുരുഷന്റെ ഹൃദയത്തിനുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഈ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ 4 അറകളിലുമായി കാലാകാലങ്ങളിൽ മനുഷ്യൻ ചെയ്തു വെക്കുന്നതായ പാപപ്രവർത്തികൾ അല്ലെങ്കിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇപ്പോഴും പാപം ചെയ്ത് അല്ലെങ്കിൽ പാപത്തിന് പ്രേരണ കൊടുത്ത് മാലിന്യങ്ങൾ കൊണ്ട് നിറച്ച തെറ്റുകളും കുറ്റങ്ങളും അരുതാത്തതായ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ നിറച്ചിട്ട് ദൈവത്തിന് ഒരിക്കലും അതിനകത്തേക്ക് കയറുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആ ഒരു കാലഘട്ടങ്ങളിലേക്ക് ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുക? മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദാവീദ് ദൈവത്തോട് പറഞ്ഞു, യഹോവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു. അപ്പൊ ഞാനും ചിന്തിച്ചു, എന്താണ് ഈ മനസ്സ്? കാലങ്ങളായി ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് അറിവുള്ളവരോട് ചോദിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമേ ഇതാണോ അതിൻ്റെ ശരിയായ ഉത്തരമെന്ന് ദൈവത്തോടും ചോദിച്ചൊരു ഉറപ്പ് വരുത്തുവാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴമായിട്ട് ദൈവിക ജ്ഞാനം ലഭിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവാത്മാവ് രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് നൽകിയത്, നിന്റെ തലച്ചോറും നിന്റെ ഹൃദയവും ഒരുമിച്ച് സമ്മേളിക്കുന്നതായ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെയും തലച്ചോറിന്റെ ചിന്തകളെയും ഒരുമിച്ച് ഏകോപിപ്പിക്കുന്ന ഒരു മീറ്റിംഗ്, സംഗമിക്കുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് മനസ്സെന്ന് പറയുന്നതായ ഈ മഹാപ്രതിഭാസം. മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിനെ ശാസ്ത്രജ്ഞന്മാർ വലിയ വൃത്തങ്ങൾ വരച്ച് അതിനകത്ത് ചെറുതാക്കി വീണ്ടും ചെറുതായി ഇങ്ങനെ വന്ന് അകത്തൊരു സൂചിമുനയുടെ കുത്തുപോലെ പൊട്ടുപോലെ ഒരു പോയിന്റ് ആണ് ഇത് മനസ്സ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ശരിയായ രൂപമോ മനുഷ്യന്റെ ശരീരത്തിന് തലച്ചോറിനെ വരച്ച് കാണിക്കുവാൻ കഴിയും, ഹൃദയത്തെ വരച്ച് കാണിക്കുവാൻ കഴിയും, ശ്വാസകോശത്തെ വരച്ച് കാണിക്കുവാൻ കഴിയും. മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തളങ്ങളിലുള്ളതായ സകല മാംസപേശികൾ, ഞരമ്പുകൾ, എല്ലാം അസ്ഥികള് എല്ലാം വരച്ച് കാണിക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഈ മനസ്സിനെ മാത്രം മനുഷ്യന് വരച്ച് കാണിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുടെ ചിന്താഗതികളിൽ നിന്ന് വന്നതായ ഈ വട്ടത്തിനകത്തുള്ളതായ പലവിധ നിറങ്ങൾ കൊടുത്തിട്ട് അതിനകത്ത് പൊട്ടുപോലെ ഒരു സാധനം അത് ചെന്ന് നിൽക്കുന്നത് ഒരു കേന്ദ്ര ബിന്ദു. അതാണ് മനുഷ്യന്റെ ചിന്തകൾ. ആ ഒരു കേന്ദ്ര ബിന്ദു സംഗമിക്കുന്ന ആ ഒരു മീറ്റിംഗ് പോയിന്റ്, ആ മീറ്റിംഗ് പോയിന്റ് ആണ് മനസ്സെന്ന് പറയുന്നതായ മഹാപ്രതിഭാസമെന്ന് എൻ്റെ ഉള്ളിലൂടെ, എൻ്റെ ആത്മാവിലൂടെ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ പലയിടങ്ങളിലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മനസ്സിൻ്റെ ആ മഹാപ്രതിഭാസം ഇത് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ
പ്രവർത്തനങ്ങളും തലച്ചോറിന്റെ ചിന്തകളും ഒരുമിച്ച് സമ്മേളിക്കുന്നതായ ഒരു മീറ്റിംഗ് പോയിന്റ്. എന്നാൽ ഇവിടെ ദാവീദ് ദൈവത്തോട് പറയുന്ന, യഹോവയെ നിങ്കലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുക. എന്തിനാ ദാവീദ് ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുന്നത്? ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ എന്ത് ചെയ്യരുത്, ഒരു നാളും ലജ്ജിച്ചു പോകരുത്. ഇന്ന് നാം ഓരോരുത്തരും എവിടെങ്കിലും ചെന്ന് ലജ്ജിതരായി തീരുവാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. അങ്ങനെ ലജ്ജിതരായി തീരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അവിടെ അപമാനിതനായി, അല്ലെങ്കിൽ ഞാൻ അവിടെ മോശക്കാരനായി, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെറിയതാക്കപ്പെട്ടു, ഇങ്ങനെ പലവിധ ചിന്തകളാൽ നമുക്ക് ഒത്തിരി ഭാരങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ നാം എവിടെ ചെറുതായി പോകുന്നുവോ, എവിടെ പരാജയപ്പെടുന്നുവോ, എവിടെ നിന്ദിക്കപ്പെടുന്നുവോ, എവിടെ ലജ്ജിതനായി തീരുന്നുവോ, അവിടെ നിന്ന് നമുക്ക് എന്തുണ്ട്, ദൈവികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് മാത്രമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന് ദൈവം അവസരങ്ങളെ കൊടുക്കുന്നത്. ദൈവനീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളെ ചെയ്ത് മുൻപോട്ട് പോകുന്നവൻ, ദൈവവചനം പറയുന്ന, അവൻ വീഴുന്നു, അവൻ മറിഞ്ഞു വീഴുന്നു, അവിടെ തന്നെ കിടക്കുക, അവൻ എഴുന്നേൽപ്പാൻ കഴിയുന്നതില്ല. എന്നാൽ നീതിമാനെ സംബന്ധിച്ച്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവവചനം പറയുമ്പോൾ, ഒരു പരിധി വരെയെങ്കിലും ദൈവത്തിങ്കൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്ന തന്റെ ഭക്തൻ, അവൻ വീണാലും നിലംപരിചാകയില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? യഹോവ കർത്താവ് അവനെ താങ്ങിക്കൊള്ളും. ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, നീ കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നീ രാത്രിയിൽ നടന്നു പോകുമ്പോൾ നിന്റെ പാതകളെ നേരെയാക്കുവാൻ നിനക്ക് മുന്നുമേ യഹോവയായ ദൈവം ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി വീര്യങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളൊരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് ദാവീദ് തൻ്റെ മുഖമുയർത്തിയിട്ട് പറയുകയാണ്, യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. 121 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കണ്ണ് ഉയർത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. 121 സങ്കീർത്തനത്തിൽ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയായ ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ നമ്മുടെ കണ്ണ് പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയ എവറസ്റ്റ് കൊടുമുടി സമുദ്രത്തിൽ നിന്ന് 4000 അടിയിൽ ഉയരത്തിൽ, അല്ലെങ്കിൽ അതിന് കുറവോ കൂടുതലോ ആയിക്കൊള്ളട്ടെ, അത് കൃത്യമായ ഒരു പരിധി നിർണയിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഇന്നത് എന്ന് ഒരു നിശ്ചിതമായ ഒരു കണക്ക് ശാസ്ത്രകാരന്മാർ പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ആ അടിയ ഉയരത്തിലിരിക്കുന്നതായ എവറസ്റ്റ് കൊടുമുടിയോ ഹിമാലയ പർവ്വതമോ ഇതൊന്നുമല്ല. ദൈവത്തിന്റെ അധിവാസം എവിടെയാണോ, ദൈവം അധിവസിക്കുന്നത് ഉന്നതങ്ങളില്ല, അവിടേക്ക് നോക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പർവ്വതങ്ങളിലും കൊടുമുടികളിലും ഒക്കെ ഉയർന്ന മലകളിലേക്ക് നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ മലകളുടെ സൗന്ദര്യങ്ങളോ കാണുവാനായിട്ടല്ല. അങ്ങനെ കാണാനാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ടൂർ യാത്രയൊക്കെ പോയിട്ട് ഈ വലിയ പർവ്വതങ്ങളും കുന്നുകളും മലകളും ഒക്കെ പോയി കറങ്ങി കണ്ടു കേട്ട് സന്തോഷത്തോടെ മടങ്ങി വരുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവഭക്തന്മാർ പറയുന്നത്, യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു. 121 സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്തിനാണെന്നറിയാമോ? എനിക്ക് സഹായം വരുന്നതായ, ആ ഉയരത്തിലിരിക്കുന്നതായ, ഉന്നതങ്ങളിൽ അധിവസിക്കുന്നതായ സർവശക്തനായ ദൈവം ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അവിടേക്ക് എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി, എൻ്റെ കണ്ണുകളുടെ ദൃഷ്ടി, എൻ്റെ ചിന്തകളുടെ ദൃഷ്ടി എവിടെ പോവുക? ആ ഉയരങ്ങളിലേക്ക് കടന്നു പോവുക. അതുകൊണ്ടാ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. 123 സങ്കീർത്തനക്കാരനും പറയുന്നത്, യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുകയാണ്. എന്തിനാണെന്നറിയാമോ? ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്നിവിടെ പറയുമ്പോൾ 123 സങ്കീർത്തനക്കാരനും പറയുന്നു, യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുകയാണ്. എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ എവിടെ നിന്നാ? ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കാണ്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കാണ്. പൂർവ്വകാലങ്ങളിൽ നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ പകലന്തിയോളം പണിയെടുത്തിട്ട് യജമാനന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മുതലാളിയുടെ വീട്ടിലേക്ക്
അല്ലെങ്കിൽ ആ ഉടമയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഇന്നത്തെ പകലന്തിയോളം പണിയെടുത്തതിന്റെ അധ്വാന ഫലം മേടിക്കാനായിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ യജമാനൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നോക്കും, കയ്യിൽ വല്ലതും മുറുക്കി പിടിച്ചിട്ടുണ്ടോ, നമുക്ക് ഇന്നത്തേക്ക് തരാൻ വല്ലതും മുറുക്കി പിടിച്ചിട്ടുണ്ടോ. മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ടോ എന്തുകൊണ്ട്, ഇന്നത്തെ എന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം യജമാനന്റെ കയ്യിലുണ്ട്. ദൂരെ നിന്നേ അവന്റെ ഉള്ളമെന്തെയും സന്തോഷിക്കുവാനിടയായിത്തീരും. അതുപോലെ ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കാണ്. കാരണം പൂർവ്വകാലങ്ങളിൽ ആ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ ആ ദാസി ചെന്നിട്ട് യജമാനത്തെ വിളിക്കും, തമ്പുരാട്ടിയെ അല്ലെങ്കിൽ യജമാനത്തെയെ മുതലാളിയെ എന്ന് വിളിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് അവർ ഇറങ്ങി വരുമ്പോൾ ആ ദാസ്യം എന്തെയും യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കും. എന്തിനാ, എനിക്കിന്ന് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? പൂർവ്വകാലങ്ങളിൽ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലഘട്ടങ്ങളിൽ കൂലി എന്നത്തെ അധ്വാനത്തിന്റെ ഫലമോ അല്ലാതെ രാത്രിയിൽ ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുവാനുള്ള എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ യജമാനത്തിയുടെ കയ്യിൽ ഉണ്ടോ എന്നറിയുവാനും നമ്മൾ നോക്കി നിന്ന ഒത്തിരി കാലങ്ങളെ എനിക്കും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയുന്നു, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ യഹോവയായ ദൈവത്തിൽ നിന്ന് നമുക്ക് കൃപ ലഭിക്കുവോളും ഞങ്ങൾ ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ദാവീദ് പറഞ്ഞു, യഹോവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തും. എന്തിനാണെന്നറിയാമോ? ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും എന്ത് ചെയ്യരുത്, ലജ്ജിച്ചു പോകരുത്. നാളിതുവരെയും ഞാൻ എങ്ങിൽ ലജ്ജിച്ചു പോകുവാൻ യഹോവയായ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് നല്ല ബോധ്യമുണ്ട്. ഉത്തമ ബോധ്യം പ്രാപിച്ചതായ ദാവീദ് പറഞ്ഞു, യഹോവേ ഞാൻ നിങ്കിലേക്ക് എൻ്റെ മനസ്സുയർത്തും. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കൂ. എന്തിനാ? ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. ഞാൻ എങ്ങും ലജ്ജിതരായി തീരരുത്. ആരുടെ മുന്നിലും പരാജയപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. മറ്റാരുടെ മുന്നിലും തലകുനിക്കുവാനായിട്ട് ഇടയായി തീരരുത്. അതുകൊണ്ട് അവൻ ഉയരങ്ങളിലേക്ക്, ഉയരത്തിൽ അധിവസിക്കുന്ന ദൈവത്തിങ്കലേക്ക് നോക്കി എൻ്റെ മനസ്സ് ഞാൻ ഉയർത്തുകയാണ്. എൻ്റെ ശരീരാത്മതയിൽ മുറ്റുമായി ഞാൻ ദൈവത്തിങ്കൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകൾ മാറുവാൻ, നമ്മുടെ രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം മാറുവാൻ നാം ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരാത്മതയിൽ മുഴുവനുമായി ദൈവത്തിങ്കിലേക്ക് നോക്കുകയും അതേസമയം നാം അറിയാതെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു വലിയ പ്രക്രിയ നാം അറിയാതെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരം ചലിക്കുന്നു, നമ്മുടെ മനസ്സ് ചലിക്കുന്നു, നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നു. ഇതെല്ലാം എവിടേക്കാ? ഉയരത്തിൽ അധിവസിക്കുന്ന ദൈവത്തിങ്കിലേക്ക് ഇങ്ങനെ നമ്മൾ നോക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ 430 സംവത്സരം അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർ യഹോവയായ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. ആ വിളിച്ചപേക്ഷിച്ചത് മാത്രമല്ല, അവര് നിലവിളിക്കുകയായിരുന്നു, യഹോവേ ഞങ്ങളെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ, ഞങ്ങളെ സഹായിപ്പാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നണമേ. അടിയുടെ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടമാറിന്റെ അടിയുടെ വേദന സഹിക്കുവാൻ കഴിയാതെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയല്ലാതെ മറ്റൊന്നിനും അവർക്ക് നിർവാഹമില്ലാതിരുന്നു. അങ്ങനെ ചുരുങ്ങിയ കാലയളവ് മാത്രമല്ല, നീണ്ട 430 സംവത്സരങ്ങൾ ഇതേപോലെ തലമുറകളായി അവർ ദൈവത്തിങ്കിലേക്ക് നിലവിളിച്ചതിന്റെ അനുഭവം കൊണ്ട് വേദനയുടെയും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെ നടുവിൽ തലമുറകളോട് കൈമാറി നമുക്ക് അടി കിട്ടിയാലും വേണ്ടിയല്ല, നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ വിടുവിക്കുന്നത് വരെയും ആ ദൈവത്തോട് നാം വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കണം. കണ്ണുനീരോടെ നമ്മളെ നിലവിളിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടം മാറാൻ കണ്ണുനീര് പോയിട്ട് നമുക്കൊന്ന് ദൈവത്തോട് നിലവിളിക്കുവാനോ, കർത്താവേ ഞാൻ എന്റെ ജീവിതത്തിന്റെ അവസ്ഥയിലൂടെ ഞാൻ കഷ്ടതയിലായിരിക്കുന്നു, ഞാൻ കണ്ണുനീരിലായിരിക്കുന്നു, രോഗത്തിലായിരിക്കുന്നു, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ, അങ്ങനെ സഹായിപ്പാൻ വേഗം വരണമേ എന്നൊരു വാക്ക് പറയുവാൻ നമുക്ക് മനസ്സുണ്ടോ? അങ്ങനെ പറയുന്നവർ ആ പള്ളിയിൽ അച്ഛൻ എന്ത് ചെയ്യും?
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. ഇടവക അംഗങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവജനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേക ദൈവഭക്തന്മാരെ ഞങ്ങൾ വിളിച്ച് സുഖമില്ല ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. രാത്രിയിൽ മുഴുരാത്രി പ്രാർത്ഥനകളിൽ ഉപവാസ പ്രാർത്ഥന 21, 7 അതുപോലെ 41 ദിവസങ്ങൾ, 40 ദിവസങ്ങൾ, 30 ദിവസങ്ങൾ, ഈ പലവിധ കണക്കുകൾ വെച്ചിട്ട് ദൈവസന്നിധിയിൽ എത്രത്തോളം ഇരിക്കുവാൻ കഴിയുമോ അത്രത്തോളം ഇരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് നമുക്ക് ദൈവത്തെങ്കിലേക്ക് ഒന്ന് ഉയർത്തുവാൻ കഴിയുമോ? കണ്ണുനീരോടെ ദൈവത്തോട് നമുക്കൊന്ന് വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുമോ? നിന്റെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും സ്തോത്രത്തോടെ അത് യഹോവയായ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന്. ആ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നമ്മുടെ സകല ചിന്തകളും ആകുലങ്ങളും കർത്താവിന്റെ മേൽ വച്ചുകൊള്ളുവീൻ എന്നുള്ളതായ വാക്ക് നമുക്ക് വാഗ്ദത്തമുള്ളപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? ഇന്ന് ശാശുശു പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മനുഷ്യൻ ബന്ധപ്പെടുക. ഇഷ്ടംപോലെ പരസ്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാരെന്ന് സ്വയം പേരെടുത്ത് ആളുകൾ ഇങ്ങനെ വരിക. ഞാൻ അപ്പോസ്തലൻ, പ്രവാചകൻ അല്ലെങ്കിൽ ഇടയൻ എന്ന് പറഞ്ഞ് സ്വയമായിട്ട് പേരെടുത്ത് അനേകർ എന്ത് ചെയ്യുക? രംഗത്തിറങ്ങി തിരിച്ചിരിക്കുക. ദൈവവചനം പറയുന്ന അങ്ങനെ അനേകര് നിങ്ങളുടെ അടുക്കലേക്ക് വരും. ആ തട്ടിപ്പിലും വെട്ടിപ്പിലും നിങ്ങൾ വീണു പോകരുത്. അതാ ഗുഹയ്ക്കകത്ത് കർത്താവ് ഇരിക്കുന്നു. അതാ ഞങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്നു. ഇന്ന വഴികളിലൂടെ ദൈവം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് കേട്ട് നിങ്ങൾ വിശ്വസിച്ച് അനേകര് പറയുന്നു, ഞാൻ ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകനാണ്, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ അപ്പോസ്തലനാണ്, ഞാൻ ദൈവത്തിന്റെ അഭിഷക്തനാണ്, ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരും. എല്ലാവരോടും ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നിങ്ങളോട് അറിയിക്കും. അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ, നിങ്ങളുടെ ഇടവകയിലെ ദൈവ സഭാ പാസ്റ്ററിലൂടെ, ഇടവക പുരോഹിതനിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവഭക്തന്മാരെ ദൈവം അയച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതായ ആലോചനകൾ ദൈവം നിങ്ങൾക്ക് തരുവാനിടയായിത്തീരും. അപ്പം അല്ലാതെ തട്ടിപ്പിലോ ചതിവിലോ ഒന്നും അകപ്പെടുവാനിടയായിത്തീരുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം 430 വർഷം നിലവിളിച്ചിട്ട് ഒരു തലമുറകളോട് പറഞ്ഞ് നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ വിടുവിക്കുന്നത് വരെയും കഷ്ടതയുടെ നടുവിൽ നാം ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകളെ എന്ത് ചെയ്യുക? ഉയരങ്ങളിലേക്ക് ഉയർത്തി നോക്കുക. അപ്പോ ഇങ്ങനെ 430 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സലിവ് തോന്നി. ദൈവം മോശ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ഇസ്രായേൽ ജനത്തിനെ വീണ്ടെടുപ്പുകാരനായിട്ട് അവരുടെ അടുക്കിലേക്ക് അയച്ചു. അങ്ങനെ മോശ ചെന്ന് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, 4 ദിവസമോ 40 ദിവസമോ കൊണ്ട് കനാൻ ദേശത്ത് എത്തേണ്ടതായ ഇസ്രായേൽ ജനം 40 സംവത്സരം മരുഭൂമിയിലൂടെ വിടന്ന് നടക്കേണ്ടതായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പലപ്പോഴും അവരനുസരണമില്ലാത്തവരും വെറുപുറപ്പുള്ളവരുമായിട്ട് മാറിയത് കൊണ്ട് മാത്രമാണ് 40 വർഷം അവർക്ക് മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെ മരുഭൂമിയിലൂടെ വരുന്ന സന്ദർഭത്തിൽ അഗ്നിസർപ്പത്തിന്റെ ബാധയേറ്റ് അനേകര് ജീവിതത്തിൽ നിന്ന് പട്ടുപോകുവാൻ ഇടയായി തീർന്നപ്പോൾ ദൈവജനം മോശയോട് നിലവിളിച്ചു, പെറുപെറുത്തു. മിസ്രയീമിന്റെ എത്രയോ ശ്രേഷ്ഠമായ അനുഭവത്തിലിരുന്ന ഞങ്ങളെ ഇത് കൊല്ലുവാനായിട്ട് നീ കൊണ്ടുവന്നുവല്ലോ. അവർ കടന്നു വരുമ്പോൾ മുൻപിൽ ചെങ്കടലുണ്ട്, പിൻപിൽ ഫറവോനും സൈന്യവും വരുന്നുണ്ട്. അപ്പോഴും അവർ പെറുപെറുത്തു. വെള്ളം കുടിക്കുവാനില്ലാതിരുന്നപ്പോഴും അവർ പെറുപെറുത്തു. ആഹാരം കഴിക്കുവാനില്ലാതിരുന്നപ്പോഴും ആഹാരം ഇറച്ചി അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ഇതിലും അധികമായി തരുവാൻ കഴിയുമോ എന്ന് ചോദിച്ച് മത്സരിച്ച് പെറുപെറുത്തതായ ഇസ്രായേൽ ജനം അവർ വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് സർപ്പത്തിന്റെ ബാധയാൽ അനേകർ പട്ടുപോയി. ജനം മോശയോട് പെറുപെറുത്തു. മോശ ദൈവത്തോട് ചോദിച്ച, ദൈവമേ, ഇതിനാണോ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നത്? മോശയോട് ദൈവം പറഞ്ഞു, നീ അവിടെയുള്ളതായ ആളുകളുടെ പൊന്നും കാര്യങ്ങളും ഒക്കെ ശേഖരിച്ച് നീ ഒരു പിച്ചള ഒക്കെ എടുത്ത് ആ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി നീ അതിനെ മരുഭൂമിയിലൊന്ന് ഉയർത്തി നാട്ടാനായിട്ട് പറഞ്ഞു. അപ്പൊ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ നാട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് അഗ്നിസർപ്പത്തിന്റെ ബാധ ഏറ്റു കഴിഞ്ഞാൽ ആര് നോക്കുന്നുവോ അവര് മരണപ്പെടുകയില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? അവർ ജീവനിലേക്ക് മടങ്ങി വരും. അവരുടെ ജീവൻ അവരിൽ തന്നെ ഇരിക്കും. അഗ്നിസർപ്പത്തിന്റെ യാതൊരു ദോഷവും അവരെ ഏൽക്കുകയില്ല. അങ്ങനെ
പിന്നീട് ഈ മരുഭൂമിയിൽ അഗ്നിസർപ്പത്തെ ഉയർത്തിയതിനു ശേഷം അനേകർക്ക് വീണ്ടും ഈ സർപ്പത്തിന്റെ ദംശമേൽക്കുവാനിടയായി തീർന്നു. അവരെല്ലാം ഓടിയിറങ്ങി എന്ത് ചെയ്തു? മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്നതായ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കി അവര് രക്ഷപ്പെടുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പുരോഹിതന്മാരുടെ എല്ലാം വടിയുടെ തലയ്ക്ക് സർപ്പത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുക, അതിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്താ? അവർ പൗരോഹിത്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് അവർ കാണുമ്പോൾ ഈ സർപ്പത്തെ ഉണ്ടാക്കി വയ്ക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. യാതൊരു പ്രതിരൂപമോ ഉണ്ടാക്കരുതെന്ന്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, ഒരു രൂപത്തെയും ഉണ്ടാക്കരുത്. യഹോവയായ ദൈവം തന്നെ ദൈവം, ഈ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചുള്ള സർപ്പത്തെ ഉണ്ടാക്കുവാൻ പറയുവാനുള്ളതായ കാരണം ഇസ്രായേൽ ജനം എപ്പോഴും പെറുപെറുത്തിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ അവർക്ക് മനസ്സില്ലാഞ്ഞതുകൊണ്ട് സർപ്പത്തിന്റെ ബാധയേറ്റതായ പ്രിയപ്പെട്ടവര് ഈ സർപ്പത്തിങ്കിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ സൗന്ദര്യം കാണുവാനായിട്ടല്ല, പിച്ചള സർപ്പത്തെ കാണുവാനായിട്ടല്ല, അതിന്റെ ഭംഗി ആസ്വദിക്കുവാനല്ല. പിന്നെയോ അങ്ങനെ അവർ നോക്കുന്നതായ സന്ദർഭത്തിൽ അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ കണ്ണും എല്ലാം ഉയരത്തിൽ അധിവസിക്കുന്നതായ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് എത്തപ്പെടുവാനിടയായി തരും. അവർ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനിടയായി തരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് മനസ്സലിഞ്ഞു. ദൈവം ചെയ്തതായ വാഗ്ദത്തം പോലെ അവരെ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം എത്തിച്ചേരുവാനിടയായി തന്നു. അനേകര് വഴിയിൽ പട്ടുപോയി 600,000 ജനവുമായി ഇറങ്ങി തിരിച്ചതായ മോശയ്ക്ക് പോലും വാഗ്ദത്ത കനാൻ ദേശത്തെത്തുവാൻ കഴിയാതിരുന്നത് അവിടെ എത്തേണ്ടതായ ആളുകളെ ദൈവം മുന്നമേ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് മറ്റുള്ളവരെല്ലാം കാലാകാലങ്ങളിൽ പട്ടുപോകേണ്ടതായ സമയം വരെയും ആ സമയം വരുവാനായിട്ട് 40 സംവത്സരം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനവും മോശയും അഹരോനും ഇങ്ങനെ ഉഴന്ന് നടക്കുവാനിടയായി തീർന്നു. ഈ സന്ദർഭങ്ങളിൽ അവർ കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം ഒന്നും പഴകിപ്പോയില്ല. അവരുടെ ചെരുപ്പുകളും വസ്ത്രങ്ങളും എല്ലാം അവരുടെ നടപ്പിനനുസരിച്ച് ഈ 40 വർഷം ഒരു പക്ഷേ വളരുകയോ വലുതാകുകയോ ഒക്കെ ചെയ്ത് ഒരു കേടുപാടും കൂടാതെ അവരത് മുന്നോട്ട് പോകുവാൻ ദൈവം അവരെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ ദാവീദ് പറയുന്നു, യഹോവേ നിങ്കലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുകയാണ്. ആ മനസ്സെന്ന് പറയുന്ന മഹാപ്രതിഭാസത്തിന്റെ 4 അറകളിൽ പൂർവകാലം മുതൽ നാം ചെയ്തു കൂട്ടിയതായ നമ്മുടെ പാപങ്ങളെല്ലാം അടിഞ്ഞുകൂടി ഒന്നിനു മുകളിൽ ഒന്നായി ഈ പാപങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒരറയെ സംബന്ധിച്ച 4 അറകളെ കുറിച്ച് ഒരു അറയെ കുറിച്ച് പറയുന്നത് അത് എനിക്കറിയുവാൻ കഴിയും, എൻ്റെ ഭാര്യയ്ക്ക് അറിയുവാൻ, എൻ്റെ കുടുംബങ്ങൾക്ക്, എൻ്റെ സ്നേഹിതർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ആ ഒരു മനസ്സ്, ആ ഒരു അറയുടെ സ്വഭാവം മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമത്തെ അറയെ സംബന്ധിച്ച് സമൂഹത്തിന് ആർക്കും അറിയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും നമുക്കും അറിയുവാൻ കഴിയും. മറ്റൊന്ന്, ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം അറിയാതൊരു ഹൃദയത്തിന്റെ അറകൾക്ക് ഒന്നും പ്രവർത്തിക്കുവാനോ ഒന്നും ചെയ്യുവാനോ കഴിയത്തില്ല. ഇതിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയുമുണ്ട്. അപ്പൊ 3ാമത്തെ അറയിൽ ദൈവത്തിനും അറിയാം, നമുക്കും അറിയാം. നമ്മുടെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ കുട്ടികൾക്കോ നമ്മുടെ സഹകരിക്കുന്ന ആർക്കും അതിൻ്റെ ചിന്തകളെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. 4ാമത്തെ അറയിൽ പ്രിയമുള്ളവരെ നമുക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ മറന്നു കിടക്കുന്നതായ അനേക പാപങ്ങളാൽ നിറയപ്പെട്ടതായ ആ 4ാമത്തെ അറ സർവശക്തനായ കർത്താവിന് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ഈ 4 അറകളുടെ ഈ 4 ഭാവങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നാം പറയുന്നു, യഹോവേ നിങ്കലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുക. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും എന്ത് ചെയ്യരുത്, ലജ്ജിച്ചു പോകരുത്. നശ്വരമായ ഈ ലോകത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ ലജ്ജിതരാക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രമിക്കുന്ന ഒരു ഭക്തനും എങ്ങും ലജ്ജിച്ചു പോകുവാൻ യഹോവയായ ദൈവം അനുവദിക്കുകയില്ല. എന്റെ ജനം, യോവേൽ പ്രവാചകൻ പറയുന്നു, എന്റെ ജനം 2-ാം അധ്യായത്തിലൂടെ എന്റെ ജനം ഒരു നാളും എന്ത് ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പൊ നാം ലജ്ജിതരായി തീരുവാൻ യഹോവയായ ദൈവം ഒരിക്കലും നമ്മെ അനുവദിക്കുകയില്ല. ദാവീദ് പറയുന്നു, യഹോവേ നിങ്കലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, കാരണം ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. നമ്മുടെ ഈ നശ്വരമായ ലോകത്തിലെ ജീവിതത്തിൽ
നാം നമ്മുടെ ഭാര്യയുടെ മുൻപിലോ കുടുംബത്തിന്റെ മുൻപിലോ നമ്മുടെ സ്നേഹിതരുടെ മുമ്പിലോ നമ്മുടെ സമൂഹത്തിന്റെ മുൻപിലോ ദൈവസഭയിലോ എങ്ങും നമ്മൾ ലജ്ജിതരായി തീരുവാൻ ഹോവിയായ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. ഒരുപക്ഷെ ഒരു ദിവസം നമ്മൾക്ക് ചില പോരായ്മകൾ വന്നു പോയാൽ അടുത്ത ദിവസത്തിൽ ആ പോരായ്മകളെ പരിഹരിച്ച് ജീവോത്സവമായി നമ്മെ നടത്തുവാൻ കഴിയുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ആ ദൈവത്തിൽ ആശ്രയം വെച്ച് നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നടത്തുവാനായിട്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിലൂടെ സർവശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിലും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യ മംഗളങ്ങളും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാനും ദൈവത്തോട് പറയുന്നു, യഹോവേ, നിങ്കിലേക്ക് ഞാനും എൻ്റെ മനസ്സുയർത്തുന്നു. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാനും ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ അങ്ങ് അനുവദിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ശേഷിക്കുന്ന നമ്മുടെ ജീവിത കാലഘട്ടങ്ങളെ മുൻപോട്ട് നയിപ്പാൻ സർവശക്തനായ കർത്താവ് എല്ലാവിധ കൃപയും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് ആദ്യോട് ശ്രദ്ധിച്ച് വേണ്ടതായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്ന് ഞങ്ങളെ വിജയിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹപൂർവമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.